നമുക്ക് ആരംഭിക്കാം. സഹനാവതു സഹനൗ പുനഃതു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു ന വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. പഞ്ചമസ്കന്ധം 17-ാം അധ്യായം. ഇനി 6-ാമത്തെ ശ്ലോകത്തെ. അതെ അതെ. സീതാതു ബ്രഹ്മഫദനാത് കേസരാചലഗിരി ഗിരിശിഖരേഭ്യോ അധോ അധ പ്രസ്രവന്തി ഗന്ധമാദനമൂർധസുപതിത്വാ അന്തരേണ ഭദ്രാശ്വർഷം പ്രാച്യം ദിശി ക്ഷാരസമുദ്രമഭിപ്രവിശതി. കഴിഞ്ഞ ദിവസം അതിൽ നിന്നും ഗംഗ 4 വഴികൾ, ഗംഗയുടെ ഉൽപ്പത്തിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗംഗ 4 വഴികളായിട്ട് ഭേദിച്ചു എന്ന്. സീത എന്നും അളകനന്ദയെന്നും ചക്ഷുസെന്നും ഭദ്രയെന്നും 4 പേരില് 4 തിരിവുകളായിട്ട് 4 ഭാഗത്തേക്ക് 4 ദിക്കിലേക്ക് ഒഴുകി സമുദ്രത്തിലേക്ക് വീഴുന്നു എന്ന് പറഞ്ഞു വെച്ചു. ഇനി അത് പോകുന്ന വഴികളെ കുറിച്ചാണ് ഇനി പറയാൻ പോവാം. ഇനി ആദ്യത്തേത് സീതയാണ്. സീതാതു, സീത എന്നുള്ള നദിയുടെ പേരാണ്, നമ്മുടെ സീതയല്ല. ബ്രഹ്മസദനാത്, ബ്രഹ്മപുരിയിൽ നിന്നും കേസരാചലഗിരി ശിഖരേഭ്യോ, കേസരപർവ്വതത്തിന്റെ ശിഖരത്തിൽ നിന്നും അധോ അധപ്രസ്രവന്തി, താഴേക്ക് ഒഴുകി ഗന്ധമാദനമൂർധസു, ഇത് ഗന്ധമാദന പർവ്വതത്തിന്റെ മൂർധാവിൽ പതിത്വ, വീണിട്ട് അന്തരേണ, ഇടയിലൂടെ ഭദ്രാശ്വർഷം പ്രാച്യം ദിശി, ഭദ്രാശ്വർഷത്തിലൂടെ കിഴക്കേ ദിക്കിലൂടെ ക്ഷാരസമുദ്രം അഭിപ്രവിശതി, ക്ഷാരസമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നു. ഭൂഖണ്ഡത്തിന് മധ്യത്തിൽ കൂടി ഒഴിയാണ് കിഴക്കുള്ള ലവണ സമുദ്രത്തിലേക്കാണ് ചെന്ന് വീഴുക. 4 സമുദ്രങ്ങളെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു. ഓരോന്നിനും ഓരോ രസമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിലെ ലവണ സമുദ്രത്തിലേക്കാണ് ഇത് ചെന്ന് പതിക്കുന്നത്. സീതാദോ ബ്രഹ്മസദനാത് കേസരാചലഗിരി ശിഖരേഭ്യോ അധോധ പ്രസ്രവന്തി ഗന്ധമാദനമൂർധസുപതിത്വ അന്തരേണ ഭദ്രാശ്വർഷം പ്രാച്യം ദിശി ക്ഷാരസമുദ്രം അഭിപ്രവിശതി. സീതാദോ ബ്രഹ്മസദനാത് കേസരാചലഗിരിശിഖരേഭ്യോ അധോ അധ പ്രസ്രവന്തി ഗന്ധമാദനമൂർധസുപതിത്വ അന്തരേണ ഭദ്രാശ്വർഷം പ്രാച്യം ദിശി ക്ഷാരസമുദ്രം അഭിപ്രവിശതി. സീതാദോ ബ്രഹ്മസദനാത് കേസരാചലഗിരി ശിഖരേഭ്യോ അധോധ പ്രസ്രവന്തി ഗന്ധമാദനമൂർധസുപതിത്വ അന്തരേണ ഭദ്രാശ്വർഷം പ്രാച്യം ദിശി ക്ഷാരസമുദ്രം പ്രവിശതി. ഏവം മാല്യവത് ശിഖരാൻ നിഷ്പതന്തി തതോ അനുപരതവേഗ കേതുമാലാഭി ചക്ഷുഃ പ്രതീക്ഷ്യാം ദിശി ഫരിത് പതിം പ്രവിശതി. ഇങ്ങനെ തന്നെ മാല്യവത് ശിഖരാത് നിഷ്പതന്തി, മാല്യവത് എന്ന പർവ്വതത്തിൽ നിന്ന് ഒഴുകി വരുന്നതായിട്ട്, തതോ അനന്തരം അനുപരതവേഗ, ഒഴുക്കിന് വേഗത കുറയാത്തതായിട്ട്, ഉപരതം കുറയുന്ന അനുപരതം കുറയാത്ത, അനുപരതവേഗ വേഗത കുറയാതെ, കേതുമാലം അഭി, കേതുമാലം എന്ന വർഷത്തിൽ കൂടി ചക്ഷുഹു പ്രതീക്ഷ്യാം ദിശി ഫരിത് പതിം പ്രവിശതി. ചക്ഷുഷ് എന്ന ഈ നദി പടിഞ്ഞാറ് ദിക്കിലൂടെ ഫരിത് പതിം പ്രവിശതി, സമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നു. ചക്ഷുഷ് എന്ന ഈ നദി മാല്യവാൻ പർവ്വതത്തിൽ നിന്നും ഒഴുകിയിട്ട് കേതുമാലം എന്ന വർഷത്തിൽ കൂടി പടിഞ്ഞാറോട്ടുകൂടി സമുദ്രത്തിലേക്ക് വീഴുന്നു. ഏവം മാല്യവത് ശിഖരാൻ നിഷ്പതന്തി തതോ
അനുപരത വേഗാ കേതുമാരമഭിചക്ഷുപ്രതീക്ഷ്യം ദിശി ഫരിത്പതിം പ്രവിശതി ഏവം മാല്യവത് ശിഖിരാൻ നിഷ്പതന്തി തതോ അനുപരത വേഗാ കേതുമാരാമഭിചക്ഷുപ്രതീക്ഷ്യം ദിശി ഫരിത്പതിം പ്രവിശതി ഭദ്രാചോത്തരതോ മേരുശിരഫോ നിപതിത ഗിരിശിഖരാത് ഗിരിശിഖരമധികായ ശൃംഗവതഃ ശൃംഗാത് അവഫ്യന്തമാന ഉത്തരാംസ്തു കുരൂൻ അഭിത ഉദീച്യം ദിശി ജലധിൻ അഭിപ്രവിശതി. അടുത്ത ഭദ്ര എന്ന നദിയാണ്. ഭദ്രയാകട്ടെ ഉത്തരതോ വടക്കുന്നു മേരുശിരഫു നിപതിത മേരുപർവ്വതത്തിന്റെ വടക്കു ഭാഗത്തു നിന്നും താഴേക്കൊഴുകിയിട്ട് ഗിരിശിഖര പർവ്വത ശിഖരത്തിൽ നിന്നും ഗിരിശിഖരം മറ്റൊരു പർവ്വത ശിഖരത്തിലേക്ക് വീണിട്ട് അതിഹായ കടന്നിട്ട് ശൃംഗവതഃ ശൃംഗാത അവഫ്യന്തമാന ശൃംഗവാൻ എന്ന പർവ്വതത്തിന്റെ ശിഖരത്തിൽ നിന്നും ഒഴുകിയിട്ട് ശൃംഗവതഃ എന്നുള്ള പർവ്വതത്തിന്റെ പേരാണ്. ശൃംഗവാനിൽ നിന്നും ശൃംഗാത് അതിന്റെ ആ ഓരോ ശൃംഗങ്ങളിൽ കൂടി അവഫ്യന്തമാന ഒഴുകി ഒഴുകി ഉത്തരാംസ്തു കുരൂൻ അടുത്ത വർഷം ഉത്തരകുരു വർഷമാണ്. അതിന്റെ അഭിത അതിന്റെ വടക്കേ കുരുദേശത്ത് കൂടി 4 ഭാഗത്തു കൂടി അഭിത ഒഴുകിയിട്ട് ഉദീച്യം ദിശി വടക്കേ ദിക്കിൽ ജലധിൻ അഭിപ്രവിശതി സമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നു. അടുത്ത ഭദ്ര എന്ന നദിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഗംഗയുടെ ഒരു കൈവഴിയാണ്. അത് മേരുശിരഫിന്റെ വടക്കു ഭാഗത്തു നിന്നും താഴേക്ക് ഒഴുകിക്കഴിഞ്ഞാൽ അവിടെ കുറെ പർവ്വതങ്ങളാണ്. കുമുദം, നീലം, ശ്വേതം എന്ന പേരുള്ള പല പർവ്വതങ്ങളുണ്ട്. അതിനെയൊക്കെ ശിരഫിൽ കൂടി വീണ് 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 ശൃംഗവാന പർവ്വതത്തിന്റെ ശിഖരത്തിൽ വന്ന് താഴേക്കൊഴുകി കുരുദേശങ്ങളുടെ വടക്കു ഭാഗം നനച്ചൊഴുകിയ ശേഷം അത് സമുദ്രത്തിലേക്ക് ചെന്ന് വീഴുന്നു. രാജോത്തരതോ മേരുശിരഫോ നിപതിത ഗിരിശിഖരമധികായ ശൃംഗവതഃ ശൃംഗാദവഫ്യന്തമാന ഉത്തരാംസ്തു കുരൂനഭിത ഉദീച്യം ദിശി ജലധിൻ അഭിപ്രവിശതി. ഭദ്രാചോത്തരതോ മേരുശിരഫോ നിപതിത ഗിരിശിഖരമധികായ ശൃംഗവതഃ ശൃംഗാദവഫ്യന്തമാന ഉത്തരാംസ്തു കുരൂനഭിത ഉദീച്യം ദിശി ജലധിൻ അഭിപ്രവിശതി. ഭദ്രാചോത്തരതോ മേരുശിരഫോ നിപതിത ഗിരിശിഖരമധികായ ശൃംഗവതഃ ശൃംഗാദവഫ്യന്തമാന ഉത്തരാംസ്തു കുരൂനഭിത ഉദീച്യം ദിശി ജലധിം അഭിപ്രവിശതി. തഥൈവ അളകനന്ദ ദക്ഷിണേന ബ്രഹ്മഫദനാത് ബഹൂനി ഗിരികൂടാന്യതിക്രമ്യ ഹേമകൂടാത് ഹൈമകൂടാനി അതിരഭഫദരംഹഫ ലുഠയന്തി ഭാരതമഭിവർഷം ദക്ഷിണഫ്യന്ദിശി ജലധിമഭിപ്രവിശതി. തഥാ ഏവ അങ്ങനെ തന്നെ തഥൈവ അളകനന്ദ. ഇനി പറയാനുള്ളത് അളകനന്ദ എന്ന നദിയെക്കുറിച്ചാണ്. അത് ബ്രഹ്മഫദനാത് ദക്ഷിണേന ബ്രഹ്മപുരിയിൽ നിന്നും തെക്കേ ഭാഗത്തു കൂടിയാണുള്ളത്. മറ്റേ 4 ദിക്കിൽ കൂടിയുള്ള പറഞ്ഞു കഴിയും. 3 ദിക്കിലെ പറഞ്ഞു കഴിയും. ഇനി തെക്കേ ദിക്കിൽ കൂടി ബഹൂനി ഗിരികൂടാനി അതിക്രമ്യ അനേകം പർവ്വത ശിഖരങ്ങളെ അതിക്രമിച്ചിട്ട് ബഹൂനി ഗിരികൂടാനി അതിക്രമ്യ കടന്നിട്ട് ഹേമകൂട പർവ്വതത്തിൽ നിന്നും ഹൈമകൂടാനി ഹേമകൂട സംബന്ധികളായ ശിഖരങ്ങൾ അതാണ് ഒന്ന് തന്നെയാണത്. ഹേമകൂടാത് ഹൈമകൂടാനി കൂടി ചേരുമ്പോൾ
ഹേമകൂട ധൈമകൂടാനി അതിരഭസതര രംഭസ. അതിരഭസതരമായ അത്യധികമായ വേഗതയോടുകൂടി ലുഠയന്തി തകർത്തുകൊണ്ട് ഭാരതം അഭിവർഷം ഭാരതവർഷത്തിൽ കൂടി ദക്ഷിണസ്യാം ദിശി തെക്കേ ദിക്കിലൂടെ ഉള്ള ജലധിം അഭിപ്രവിശതി തെക്കേ ദിക്കിലുള്ള സമുദ്രത്തിലേക്ക് വീഴുന്നു. അളകനന്ദിയാണ്. ഇതാണ് നമുക്ക് പരിചിതമായ ഒരു ഗംഗ. മറ്റു 3 പേരുകൾ നമുക്ക് കേട്ടിട്ടുണ്ടാവുള്ളൂ ചിലപ്പോൾ, പക്ഷെ അളകനന്ദ നമുക്ക് ഏറെ പരിചിതമാണ്. അതാണ് ഹിമവാനിൽ കൂടി ഒഴുകുന്നത് എന്നൊരു സങ്കല്പത്തിലാണ് നമ്മൾ അതിനെ സ്വീകരിക്കുന്നത്. അത് ബ്രഹ്മപുരിയുടെ തെക്കു ഭാഗത്തു കൂടിയാണ്. ഒത്തിരി പർവ്വതങ്ങൾ കൂടി കടന്ന് ഒഴുകിയത് ഹേമകൂട പർവ്വതത്തിന്റെ ശിഖരത്തിൽ വന്ന് അവിടെ നിന്നും ഹിമാലയ പർവ്വതത്തെ സംബന്ധിക്കുന്ന ഹേമകൂട ശിഖരത്തിൽ. ഈ ഹേമകൂട ശിഖരമാണ് ഹിമാലയം. ഹേമകൂട പർവ്വതത്തിന്റെ തെക്കു ഭാഗത്തുള്ള ഒരു ശിഖരമാണ് ഹിമാലയം. അപ്പൊ ഹിമാലയത്തിന്റെ കിടപ്പിനെ കുറിച്ചാണ് ഒരു ഭൂമിശാസ്ത്രജ്ഞന്മാർക്കും കണ്ടുപിടിക്കാനാവാത്ത ആ ഹിമാലയം ഒരു ശിഖരം മാത്രമാണ്. ഹേമകൂട പർവ്വതം എന്നൊരു പർവ്വതം തെക്ക് ദിക്കിലുണ്ട് നേരത്തെ വർണ്ണിച്ചിരുന്നു. അതിന്റെ തെക്കു ഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു ശിഖരമാണ് ഹിമാലയം. അതുകൊണ്ടാണ് ഹൈമകൂടാനി അതിരഭസര. ഭയങ്കര വേഗതയാണ്. വേഗത കൊണ്ട് തകർത്തൊഴുകുക. നമ്മൾ പറയും ലുഠയന്തി, തകർത്തൊഴുകിയിട്ട് അത് വർഷത്തിലൂടെ ഒഴുകി തെക്കേ സമുദ്രത്തിലേക്ക് ചെന്ന് അത് പ്രവേശിക്കുന്നു. അതുകൊണ്ടാണ് ഭാരതത്തിൽ കൂടി ഒഴുകുന്ന ഗംഗയുടെ പേര് അളകനന്ദ എന്നാണ്. തഥൈവ അളകനന്ദ ദക്ഷിണേണ ബ്രഹ്മസദനാത് ബഹൂനി ഗിരികൂടാന്യതിക്രമ്യ ഹൈമകൂടാനി അതിരഭസതരംഭസാലുഠയന്തി ഭാരതമഭിവർഷം ദക്ഷിണസ്യം ദിശി ജലധിമഭിപ്രവിശതി. തഥൈവ അളകനന്ദ ദക്ഷിണേന ബ്രഹ്മസദനാത് ബഹൂനി ഗിരികൂടാന്യതിക്രമ്യ ഹേമകൂടാന്യതിരഭസതരംഭസാലുഠയന്തി ഭാരതം അഭിവർഷം ദക്ഷിണസ്യം ദിശി ജലധിമഭിപ്രവിശതി. തഥൈവ അളകനന്ദ ദക്ഷിണേന ബ്രഹ്മസദനാത് ബഹൂനി ഗിരികൂടാന്യതിക്രമ്യ ഹേമകൂടാന്യതിരഭസതരംഭസാലുഠയന്തി ഭാരതമഭിവർഷം ദക്ഷിണസ്യാം ദിശി ജലധിം അഭിപ്രവിശതി. യസ്യാം സ്നാനാർത്ഥം ജാഗച്ഛതം പദേ പദേ അശ്വമേധരാജഭൂയാദീനാം ഫലം ന ദുർലഭമിതി. അളകനന്ദയുടെ ഒരു മഹാത്മ്യം പറയാം. ഈ 3നേക്കാൾ മഹത്വം കൂടുതലാണ് അളകനന്ദയ്ക്ക്. യസ്യാം യാതൊരു അളകനന്ദ എന്ന ഗംഗയിൽ സ്നാനാർത്ഥം ച ആഗച്ഛത മുങ്ങി കുളിക്കാൻ വേണ്ടി സ്നാനത്തിന് വേണ്ടി വരുന്ന പുംസ മനുഷ്യർക്ക് പതേ പതേ ഓരോ കാലടികളിലും ഓരോ കാല് വയ്ക്കുമ്പോഴും അശ്വമേധ രാജഭൂയാദീനാം ഫലം, അശ്വമേധം രാജഭൂയം തുടങ്ങിയ യാഗങ്ങൾ ചെയ്ത ഫലം ഇന്ന് ദുർലഭമല്ല, സുലഭമാണ് എന്നർത്ഥം. കൊണ്ടാണ് അളകനന്ദയിൽ സ്നാനത്തിന് വന്ന് ഓരോ കാല് വയ്ക്കുമ്പോഴും എത്രയെത്ര മഹായാഗങ്ങൾ കൊണ്ട് നേടേണ്ട ഫലം, എത്രയെത്ര കൊടും പാതകങ്ങൾ ചെയ്തിരിക്കുന്നതും ഇല്ലായ്മ ചെയ്ത് പരിശുദ്ധമാക്കാനുള്ള കഴിവ് ആ ഗംഗാജലത്തിനുണ്ട്. അതുകൊണ്ട് അളകനന്ദ സ്നാനം എന്തുകൊണ്ടും പാപഹരമാണ് എന്നൊരു മഹാത്മ്യം പറഞ്ഞു. യസ്യാം സ്നാനാർത്ഥം ചാഗച്ഛതം പദേ പദേ അശ്വമേധരാജഭൂയാദീനാം ഫലം ദുർലഭമിതി. യസ്യാം സ്നാനാർത്ഥം ചാഗച്ഛതം പദേ പദേ അശ്വമേധരാജഭൂയാദീനാം ഫലം ദുർലഭമിതി. അന്യേ ച നദാ നദ്യശ്ച വർഷേ വർഷേ സന്തി ബഹുശോ നിർവാദി ഇതി ദുഹിതരഃ ശതശഃ. അന്യേച്ച നദാഹ, ഇത് കൂടാതെ വേറെ നദികളുമുണ്ട്. നദാഹ നദ്യശ്ച, ചെറിയ
ചെറിയ നദികളും വലിയ നദികളും. വർഷേ വർഷേ സന്ധി, ഓരോ വർഷത്തിലുമുണ്ട്. നവഖണ്ഡങ്ങൾ പറഞ്ഞ 9 വർഷങ്ങളിലും ധാരാളം നദികൾ വേറെയുണ്ട്. ബഹുഷു, ധാരാളം. മേർവാദി ഗിരിദുഹിതരഹ സതസഹ, മേരുപർവ്വതത്തിന്റെ പുത്രികളായി അതിൽ നിന്നും ഒഴുകി വരുന്ന ശതശഹ, നൂറുകണക്കിന് നദികൾ ഇനിയും വേറെയുണ്ട്. അന്യേത നദാ നദ്യശ്ച വർഷേ വർഷേ സന്ധി ബഹുശോ മേർവാദിഗിരി ദുഹിതര ശതശഃ. അന്യേച നദാഹ നദ്യശ്ച വർഷേ വർഷേ സന്ധി ബഹുശോ മേർവാദിഗിരി ദുഹിതര ശതശഃ. തത്രാപി ഭാരതമേവ വർഷം കർമ്മക്ഷേത്രം ക്ഷേത്രം അന്യാന്യഷ്ടവർഷാണി സ്വർഗിണാം പുണ്യശേഷോപഭോഗസ്ഥാനാനി ഭൗമാനി സ്വർഗപദാനി വ്യപദിശന്തി. ഇതിൽ വെച്ച് തത്ര, ഇവകളിൽ വെച്ച് ഭാരതമേവ വർഷം, ഈ പറഞ്ഞ 9 വർഷങ്ങളിലേക്കാൾ ഭാരതവർഷം കർമ്മക്ഷേത്രം എന്നറിയപ്പെടുന്നു. ഭാരതവർഷത്തിന് മാത്രമാണ് ഈ പേരുള്ളത്, കർമ്മക്ഷേത്രം. അന്യാനി അഷ്ടവർഷമാണ്, ബാക്കി 8 വർഷങ്ങൾ. 9 വർഷങ്ങളെ കുറിച്ചാണ് നമ്മൾ നേരത്തെ പഠിച്ചു വന്നത്. അതിൽ ഭാരതവർഷം വെച്ച് മറ്റ് 8 വർഷങ്ങളിൽ സ്വർഗിണാം, സ്വർഗികൾക്ക് പുണ്യശേഷ ഉപഭോഗസ്ഥാനാനി, ഈ ഭാരതവർഷത്തിൽ വെച്ച് കർമ്മക്ഷേത്രം വർഷങ്ങളിൽ വെച്ച് ഭാരതമാണ്. മറ്റുള്ള 8 വർഷങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ച് സുഹൃതഫലം അനുഭവിച്ച ശേഷം ബാക്കിയുള്ള പുണ്യഫലം അനുഭവിക്കുവാൻ ഭൂലോകത്തിലുള്ള സ്ഥാനമാണ് ഭാരതം. ക്ഷീണേ പുണ്യേ മർത്തലോകം വിശന്തി എന്നാണ് ഗീത പറയുക. പുണ്യം ക്ഷയിക്കുമ്പോൾ വീണ്ടും ഇങ്ങോട്ട് വരും. എങ്ങോട്ട് പോകും? അങ്ങോട്ട് തന്നെ പോവില്ല. എവിടുന്നാണോ സ്വർഗത്തിൽ പോയത് അങ്ങോട്ട് പോവില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു വർഷമാണ് ഭാരതവർഷം. അപ്പം സ്വർഗത്തിൽ പോയി പുണ്യം ക്ഷയിച്ചാൽ വീണ്ടും അവർ വരുന്നത് ഭാരതത്തിലേക്കാണ്. അതുകൊണ്ടാണ് ഭാരതം പുണ്യഭൂമിയാണെന്ന് പറയുന്നത്. ഒരു സ്വർഗം തന്നെയാണ്, ഉപസ്വർഗമാണ് ഈ ഭാരതഖണ്ഡം. ബാക്കിയുള്ളിടത്ത് അത്രയില്ല. അതുകൊണ്ടാണ് ആധ്യാത്മിക സംസ്കൃതി ഏറ്റവും മുഴച്ചു നിൽക്കുന്നത് ഭാരതത്തിൽ. കാരണം മറ്റുള്ള ഓരോ 9 വർഷങ്ങളും, അതും ഭൂലോകത്തിന്റെ പല, ഇന്ന് കാണുന്ന ഭൂപടത്തിലെ എത്രയോ രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളുടെ കാര്യമാണ് ഈ പറഞ്ഞത്. അവിടെയൊക്കെ ജീവിച്ചവർ, സ്വർഗത്തിലേക്ക് പോയവരുണ്ടെങ്കിൽ അവർക്ക് സ്വർഗഫലം അനുഭവിച്ചതിന് ശേഷം കാലം കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള ഒരു സ്ഥലമാണ് ഭാരതവർഷം. സ്വർഗിണാം പുണ്യശേഷ ഉപഭോഗസ്ഥാനാനി ഭൗമാനി സ്വർഗപദാനി വ്യപദിശന്തി. അതിനെ ഭൗമ സ്വർഗപദം എന്ന് വിളിക്കുന്നു. സ്വർഗപദത്തിന് 3 സ്ഥാനങ്ങളാണ് സ്വർഗത്തിനുള്ളത്. ദിവ്യം, ഭൗമം, ബിലം എന്ന് 3 സ്വർഗഭേദങ്ങളുണ്ട്. ദിവ്യസ്വർഗമുണ്ട്, ഭൗമസ്വർഗമുണ്ട്, ബിലസ്വർഗം. അത് ദിവ്യസ്വർഗം മുകളിലുള്ളതാണ്. അത് ദേവന്മാർ മുതലായവർ അനുഭവിക്കുന്ന സ്വർഗമാണ്. ഭൗമസ്വർഗം ഭാരതമാണ്. അതുകൊണ്ടാണ് ഭാരതത്തിൽ ജനിച്ചു വളരുന്നവർ ഒരു സ്വർഗവാസികൾ തന്നെയാണ്. ഭൂമിയിലെ സ്വർഗമാണ് ഭാരതം, ഭൗമം. പിന്നുള്ളത് ബിലമാണ്. ബിലം എന്ന് പറയുന്നത് ഭൂമിക്ക് താഴെയുള്ള സ്ഥലമാണ്. അതും ഒരു സ്വർഗത്തിന്റെ കേന്ദ്രമാണ് എന്ന് അതിനെക്കുറിച്ചും പറയാറുണ്ട്. നാഗങ്ങളും രാക്ഷസന്മാരും ഒക്കെ അനുഭവിക്കുന്ന സ്ഥലമാണ്. അങ്ങനെ 3 സ്വർഗത്തെക്കുറിച്ച് പരാമർശിക്കുന്നതിൽ ഈ കർമ്മക്ഷേത്രമായ ഭാരതം തന്നെയാണ് മറ്റ് 8 ഖണ്ഡങ്ങളിൽ ജീവിച്ച് സ്വർഗം പ്രാപിച്ചവരുടെ പുണ്യശേഷം അനുഭവിക്കാൻ വേണ്ടി അവർ വന്നു ചേരുന്ന സ്ഥാനങ്ങളാണ് ഭൂമിയിലുള്ള ഭൗമ സ്വർഗപദം എന്ന സ്ഥാനം എന്ന് വ്യപദിശന്തി പറയും. തത്രാപി ഭാരതമേവ വർഷം കർമ്മക്ഷേത്രം അന്യാന്യഷ്ടവർഷാണി സ്വർഗിണാം പുണ്യശേഷോപഭോഗസ്ഥാനാനി ഭൗമാനി സ്വർഗപദാനി വ്യപദിശന്തി. തത്രാപി ഭാരതമേവ വർഷം കർമ്മക്ഷേത്രം
അന്യാനി അഷ്ടവർഷാണി സ്വർഗിനാം പുണ്യശേഷോപഭോഗസ്ഥാനാനി ഭവാനി സ്വർഗവദാനി വ്യപദിശന്തി. യേഷു പുരുഷാണാം അയുധപുരുഷായുർവർഷാണാം ദേവകൽപ്പാനാം നാഗായുധപ്രാണാനാം വജ്രസംഹനനബല ബലവയോ മോദപ്രമുദിത മഹാസൗരത മിഥുന വ്യവായാപവർഗവർഷധൃതൈകഗർഭ കളത്രാണാം തു ത്രേതായുഗസമകാലോ വർത്തതേ. യേഷു ഈ ഖണ്ഡങ്ങളിലെ പുരുഷാണ് പുരുഷന്മാർക്ക്, ഈ ഭൂഖണ്ഡങ്ങളിൽ വസിക്കുന്ന പുരുഷന്മാർക്ക് അയുധ പുരുഷ ആയുർവർഷമാണ്. അവർക്ക് 10,000 സംവത്സരം ജീവിച്ചിരുന്നു ആയുസ്. അയുധ പുരുഷ ആയുർവർഷമാണ്. അയുധം 10,000 വർഷം ജീവിച്ചിരിക്കുന്നവരാണ്. ദേവകൽപ്പാനാം ദേവതുല്യന്മാരാണ്. ദേവന്മാരല്ല, ദേവതുല്യന്മാരാണ്. നാഗായുധ പ്രാണാനാം 10,000 ആനകളുടെ ബലമുള്ളവരാണ്. പ്രാണശക്തി ബലമാണ്. നാഗായുധം 10,000 ആനകളുടെ ബലമുള്ളവരാണ്. വജ്രസംഹനന ബലമേവ, വജ്രം പോലെ ദൃഢമായ ശരീരം ഉള്ളവരാണ്. വജ്ര സംഹനന ബല വയോ മോദ പ്രമുദിത. വജ്രത്തിന് സമാനമായ ബലം, വയസ്സ്, മോദം കൊണ്ട് പ്രമുദിതരായി മഹാസൗരത മിഥുന വ്യവായം, ഏറ്റവും മഹത്തായ സൗരതലീല കൊണ്ട്, സുരതലീലകൾ കൊണ്ട് മിഥുനം വ്യവായം ദമ്പതിമാരുടെ സുഖം അനുഭവിച്ച് അപവർഗ വർഷധൃത, അവർക്ക് വിഷയസുഖങ്ങളൊക്കെ കഴിഞ്ഞ് അവയുടെ വ്യവായ അപവർഗം അവസാനത്ത് വിഷയസുഖങ്ങൾ ആവോളവും അനുഭവിച്ചു കഴിയുമ്പോൾ അപവർഗ വർഷധൃത ഏകഗർഭകളത്രാണ്. ഒരു വർഷം ധരിക്കുന്ന ഒരേ ഗർഭത്തോടു കൂടിയ ഭാര്യമാരോട് കൂടിയവരായിട്ട് വർഷധൃത ഏകഗർഭകളത്രാണ്. അവസാനത്തെ വർഷം ഒരു വർഷം ഗർഭം ധരിക്കുന്ന ഭാര്യമാർ. അങ്ങനെ സന്താനങ്ങൾ ഉണ്ടാകും. ത്രേതായുഗ സമക്കാലോ പറയും. ആ കാലം ത്രേതായുഗം പോലെ അനുഭവിക്കുന്നതാണ് ആ കാലം. ഈ ഭൂഖണ്ഡങ്ങളിലുള്ള ആൾക്കാർക്ക് എന്നും ത്രേതായുഗം പോലെയാണ് കാലം. ത്രേതായുഗത്തിൽ മനുഷ്യന്റെ ആയുസ് 1000, 10,000 ഒക്കെയാണ്. കലിയുഗത്തിലാണ് കുറഞ്ഞു വന്നത്. അതിനു മുമ്പ് ഓരോ യുഗത്തിലും അത് കൂടുതലാണ് ആയുസ്. കലിയുഗത്തിലാണ് അല്പായുസുകളായിട്ട് മാറുന്നത്. എന്നു മാത്രമല്ല, ദേവന്മാരെ പോലെ രോഗങ്ങളൊന്നും ഇല്ലാത്തവരായിട്ട്, വിരാനരകൾ ബാധിക്കാത്തവരായിട്ട്, യൗവനസുഖം ആവോളം അനുഭവിക്കുന്നവരായിട്ട്, 1000 ആനയ്ക്കുള്ള ബലമുള്ളവരായിട്ട്, വജ്രം പോലെ ദൃഢമായ ശരീരമുള്ളവരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. ഏറ്റവും വലിയ ഫലത മഹോത്സവം തന്നെ അനുഭവിക്കുന്നു. അതിൻ്റെ സന്തോഷത്തോടു കൂടി ദമ്പതിമാരായിട്ട് ആയുഷ്കാലം മുഴുവനും സുരതലീലകൾ അനുഭവിച്ചുകൊണ്ട് കഴിയാം. അവസാനം ഒരു വർഷമുള്ളപ്പോൾ മാത്രം ഭാര്യമാർ ഓരോ സന്താനത്തെ പ്രസവിക്കും. അതുകൊണ്ട് സന്താനാധിക്യ നിമിത്തം സംഭവിക്കുന്ന ശരീരത്തിന്റെ ബലക്ഷയം അവരെ ബാധിക്കില്ല. വിഷയസുഖങ്ങൾ അനുഭവിക്കുന്ന കാര്യത്തിൽ അവര് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നവരാണ്. കൃതയുഗത്തിലെ ജനങ്ങൾ ധ്യാനനിഷ്ഠരായിരിക്കും. ത്രേതായുഗത്തിലെ ജനങ്ങൾ ഈ സുഖം അനുഭവിക്കുന്നവരാണ്. ദ്വാപരയുഗത്തിൽ ഇതിൽ സംശയാലുക്കളാണ്. കലിയുഗത്തില് അത് ക്രമേണ കുറഞ്ഞു വന്ന് വിഷയസുഖം അനുഭവിക്കാൻ
ഒരു 10-25-30 വർഷത്തേക്കുള്ളിൽ കിട്ടാത്തത്, അല്ലെങ്കിൽ കുറഞ്ഞ കാലമേ ഉള്ളൂ. ഇത് കലിയുഗത്തിൽ ആയുസ്സും കുറവാണ്. എന്നിങ്ങനെ ഓരോ യുഗങ്ങളിലും ഈ ഭാരതവർഷത്തിൽ എനിക്ക് ജീവിക്കുന്നവരുടെ കഥ ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. യേഷു പുരുഷാണാം അയുധപുരുഷായുർവർഷാണാം ദേവകൽപാനാം നാഗായുധ പ്രാണാനാം വജ്രസംഹനന ബലവയോമോദ പ്രമുദിത മഹാസൗരതമിഥുനം വ്യവായാപവർഗവർഷധൃതൈകകളത്രാണാം തു പ്രേതായുഗസമകാലോ വർത്തതേ. നീണ്ട പദങ്ങളാണ്, ശ്വാസം കിട്ടുകയില്ലെങ്കിൽ ഇടയ്ക്ക് പിരിക്കാം. യേഷു പുരുഷാണാം പത്താം അയുധവൃഷായുർവർഷാണാം ദേവകൽപാനാം നാഗായുധ പ്രാണാനാം വജ്രസംഹനന ബല വയോ മോദ പ്രമുദിത മഹാസൗരത മിഥുനം വ്യവായ അപവർഗ വർഷതൈകഗന്ധകളത്രാണം. അങ്ങനെ നിർത്തി വായിക്കുന്നതിന് കുഴപ്പമില്ല, അത് ഒന്നിച്ച് വായിക്കണം. വജ്രസംഹനന ബല വയോ മോദ പ്രമുദിത മഹാസൗരത മിഥുനം വ്യവായ അപവർഗ വർഷധൃതൈകഗന്ധകളത്രാണം തു പ്രേതായുഗസമകാലോ വർത്തതേ. യേഷു പുരുഷാണാം അയുധവൃഷായുർവർഷാണാം ദേവകൽപാനാം നാഗായുധ പ്രാണാനാം വജ്രസംഹനന ബലവയോമോദ പ്രമുദിത മഹാസൗരത മിഥുന വ്യവായാപവർഗ വർഷധൃതൈകഗർഭകളത്രാണം തു പ്രേതായുഗസമകാലോ വർത്തതേ. തത്ര ദേവപദയ സ്വൈർഗണനായകൈഃ വിഹിത മഹാർഹണാഃ സർവർത്തുകുസുമസ്തബകഫലകിഫലയ ശ്രിയാ നമ്യമാന വിടപലതാ വിടപിഭിഃ ഉപശുംഭമാന രുചിര കാനന ആശ്രമ ആയതന വർഷഗിരി ദ്രോണീഷു തഥാ ച അമലജലശയേഷു വികച വിവിധ നവ വനരുഹാ ആമോദമുദിതരാജഹംസ ജലകുലകാരണ്ഡവസാരചക്രവാകാദീഭിഃ മധുകര നികരാഗതിഭിഃ ഉപകൂജിതേഷു ജലക്രീഡാദിഭിഃ വിചിത്ര വിനോദൈ സുലലിതസുരസുന്ദരീണ കാമകലിലവിലാസ ഹാസലീലാവലോകാകൃഷ്ടമനോദൃഷ്ടയ സ്വൈരം വിഹരന്തി. യത്ര ആ വർഷങ്ങളിൽ ദേവപതികൾ സ്വൈഹി ഗണനായി അവരവരുടെ ഗണനായകന്മാരോടൊത്ത്, ദേവന്മാർ ഗണങ്ങളാണെന്ന് അമരകോശത്ത് നമ്മൾ പഠിച്ചാണ്. ദേവഗണങ്ങളാണ്, ഒറ്റക്കൊറ്റക്കല്ല. സിദ്ധന്മാർ, ചാർണന്മാർ, ഗന്ധർവന്മാർ, അപ്സരസുകൾ, പുലകങ്ങൾ, പിതൃക്കൾ, അതേപോലെ ആദിത്യന്മാർ, രുദ്രന്മാർ, ഇങ്ങനെ ഗണങ്ങളാണ്. ഈ ഗണങ്ങൾക്ക് ഒരു അധിപതി ഉണ്ടാകും. സ്വൈഹി ഗണനായിക, അവരവരുടെ ഗണനായകന്മാരോടൊപ്പം വിഹിത മഹാർഹണാഹ, വിഹിതം എന്ന് വെച്ചാൽ അർപ്പിക്കപ്പെട്ട, അർഹണ സൽക്കാരം, അർപ്പിക്കപ്പെട്ട മഹാസൽക്കാരത്തോടു കൂടിയവരായിട്ട് ഗണനാഥന്മാരാൽ അർപ്പിക്കപ്പെട്ട മഹാസൽക്കാരത്തോടു കൂടിയവരായിട്ട് സർവർtu കുസുമ സ്തബക ഫല കിസലയശ്രിയ, സകല ഋതുക്കളിലും ഉണ്ടാകുന്ന, സർവർത്തുക്കളിലും ഉണ്ടാകുന്ന പുഷ്പങ്ങൾ, സ്തബകം പൂങ്കുലകൾ, ഫലം കായ്കൾ, തളിരുകൾ, സർവർtu കുസുമ സ്തബക ഫല കിസലയം തളിരില്ല, അതിൻ്റെ ശോഭ കൊണ്ട് സർവ ഋതു കുസുമ സ്തബക ഫല കിസലയ ശ്രിയ, എല്ലാ ഋതുക്കളിലും ഉണ്ടാകുന്ന പൂക്കൾ, പൂങ്കുലകൾ, അവയുടെ ഫലങ്ങൾ, അതിൻ്റെ കിസലയം, ഇവയ്ക്കൊക്കെ ശോഭയുണ്ട്. ആ ശോഭയോടുകൂടി സർവർtu കുസുമ സ്തബക ഫലകിഫലയ ശ്രിയ
നമ്യമാനം കുനിഞ്ഞു നിൽക്കുന്ന, അഗ്രം താഴേക്ക് നീണ്ടു നിൽക്കുന്ന നമ്യമാന വിടപം ശിഖരങ്ങൾ, വൃക്ഷത്തിന്റെ കൊമ്പുകൾ, ശിഖരങ്ങൾ, അത് താഴേക്ക് പതിഞ്ഞു വരും. അങ്ങനെയാണ്, മുകളിലേക്കല്ല താഴേക്കാണ് പോവുക. എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്യമാന വിടപം ലതാ വിടബിഭിഹി, വള്ളികൾ കൊണ്ട് ചുറ്റപ്പെട്ട മരങ്ങൾ. ഉപശുംഭമാനഹ, ശോഭിക്കുന്നു. ഉപശുംഭമാനം ഒന്നിച്ചു വരുമ്പോഴാണ് ശോഭിക്കുക. ശുംഭൻ എന്നുള്ള വാക്ക് അടുത്ത കാലത്ത് ബഹളം ഉണ്ടാക്കിയ പോലെ ഒരു ദുഷ്ടാശയത്തിലേക്കുള്ള പദം അല്ല. ശോഭിക്കുന്നവനാണ്. ശുശുഭേതി ശുംഭ എന്നാണ്. വീണ്ടും വീണ്ടും ശോഭിക്കാം. ഉപ എന്ന ഉപസർഗം ചെന്നപ്പോൾ ആ അർത്ഥം പൂർണ്ണമാകും. ആ ഉപസർഗം ഇല്ലാതെ കണ്ട് ശുംഭൻ എന്നുള്ളതിനെ നമ്മള് വെറുതെ മലയാള ഭാഷയിൽ നികൃഷ്ടമായ അർത്ഥത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ട ഒരു വാക്കാണ്. അടുത്ത കാലത്ത് നിയമസഭയിലും മന്ത്രിമാരുടെ ഒക്കെ ഇടയിൽ കോലാഹലം ഉണ്ടാക്കിയ വാക്കാണ്. ആർക്കും എന്റെ അർത്ഥം ശരിക്കും അറിയാത്തൊന്നും കുഴപ്പമില്ല. ഉപശുംഭമാന, ഏറ്റവും അധികം ശോഭിക്കുന്ന, രുചിര കാനന, രുചിരമായ മനോഹരമായ കാനന വനങ്ങളിലും ആശ്രമങ്ങളിലും ആയതനങ്ങൾ വീടുകളാണ്. കാനന, ആശ്രമ, ആയതന, വർഷഗിരി ദ്രോണീഷു, വർഷപർവ്വതങ്ങളുടെ താഴ്വരകളിലും അതേപോലെ വർഷത്തിൽ ഈ വർഷത്തിന്റെ എന്നുള്ളൂ ഖണ്ഡത്തിന്റെ വർഷഗിരി ദ്രോണീഷു, വർഷഗിരികളിലുള്ള പർവ്വതങ്ങളിലെ താഴ്വരകളിൽ, ദ്രോണികളിൽ, തഥാച അങ്ങനെ തന്നെ, അമല ജലാശയേഷു, നിർമ്മലമാല ആയ ജലാശയങ്ങളിൽ, അമല ജലാശയേഷു വികച വിവിധ നവ വനരുഹ ആമോദ മുദിത, വിവിധം പലതരത്തിലുള്ള, വികചം വിടർന്ന, വികച വിവിധ വിടർന്നു നിൽക്കുന്നതും പലതരത്തിലുള്ളതുമായ നവ വനരുഹം, പുതിയ വൃക്ഷലതാദികൾ. വനരുഹം വനത്തിൽ മുളച്ചു വരുന്നു. വൃക്ഷങ്ങൾ, ലതകൾ, സസ്യങ്ങൾ, ചെടികൾ ഒക്കെയാകാം. പുത്തനായി അപ്പം മുളച്ചു വരുന്നവ. വികച വിവിധ നവവനരുഹ, അതുകൊണ്ട് ആമോദമുദിതം, അതിൻ്റെ ആമോദം കൊണ്ട്, അതിൻ്റെ സൗരഭ്യം കൊണ്ട്. ആമോദം ഉള്ള സൗരഭ്യമാണ്, സന്തോഷം മാത്രമല്ല. സൗരഭ്യം കൊണ്ട് മുദിതം, സന്തോഷിക്കുന്ന രാജഹംസങ്ങൾ, ജലകുക്കുടം, കുളക്കോഴികൾ, കാരണ്ഡവം. കാരണ്ഡവം ഈ വെള്ളക്കൂക്കുകൾ എന്ന പേരിൽ വെള്ളത്തില് കാണപ്പെടുന്ന കുളക്കോഴി കൊണ്ടാണ് വെള്ളക്കുക്ക എന്ന് പറഞ്ഞത്. കാരണ്ഡവം. ഫാരസം കാട്ടുകോഴിയാണ്. ചക്രവാക പക്ഷികളാണ്. അപ്പോൾ മുദിത, രാജഹംസ, ജലകുക്കുട, കാരണ്ഡവ, ഫാരസ, ചക്രവാകാദിഭിഹി അവകളാലും, മധുകര നികരാകൃതിഭിഹി വണ്ടുകളുടെ സമൂഹം എന്ന പോലെ ഉള്ള ആകൃതിയോടുകൂടിയ, മധുകര നികര ആകൃതിഭിഹി ഉപകൂജിതേഷു എന്ന പോലെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, വണ്ടുകളെ പോലെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഉപകൂജിതേഷു ജലക്രീഡാദിഭിഹി, ജലക്രീഡാദികളെ കൊണ്ട്, ജലക്രീഡ മുതലായ വിനോദങ്ങളെ കൊണ്ട്, വിചിത്രങ്ങളായ വിനോദങ്ങളെ കൊണ്ട്, ഫുലലിത സുരസുന്ദരീണാം, ഏറ്റവും സുകുമാരികളായ ദേവസ്ത്രീകളുടെ കാമ കലില വിലാസ ഹാസ ലീലാവലോക
ആകഷ്ടമനോദൃഷ്ടയ അതിമനോഹിനികളായ സുന്ദരി ദേവസ്ത്രീകളുടെ കാമവൃത്തികൾ കലരുന്ന, കാമപ്രവൃത്തികളോട് കൂടിയ, കല്ലം കൂടി ചേർന്ന, കാമപ്രവൃത്തികളോട് കൂടി ചേർന്ന വിലാസ ഹാസ ലീലകളോട് കൂടിയ, എന്താണ് വിലാസം കടാക്ഷമാണ്, ഹാസം പുഞ്ചിരിയാണ്, മുതലായ ലീലകളും അവലോകനങ്ങളും നോട്ടങ്ങളും കൊണ്ട് ആകർഷിക്കപ്പെട്ട, കടാക്ഷങ്ങളാൽ ആകർഷിക്കപ്പെട്ട മനസ്സോടും കണ്ണുകളോടും കൂടിയവരായിട്ട് ആലോക ആകൃഷ്ട മനോദൃഷ്ടയ സ്വൈരം വിഹരന്തി, ഇഷ്ടം പോലെ ക്രീഡിക്കുന്നു. ഇവിടെ പരമാനന്ദത്തോടുകൂടി ഈ വർഷത്തിൽ അങ്ങനെ വിനോദിക്കുന്നു എന്ന് പറയാൻ പുറപ്പെട്ടപ്പോഴാണ് ഇത്ര ദീർഘമായൊരു വർണ്ണനം. എന്നും മാത്രം മനോഹരമാണ് ഈ ഭൂഖണ്ഡം എന്ന് കാണിക്കാൻ വേണ്ടി ഈ ഭാരതവർഷത്തിന്റെ മഹത്വവും അഭിമാനവും ഒക്കെ എത്ര പ്രകൃതി സുന്ദരമാണ്, എത്ര രമണീയമാണ്. അവിടെ ഓരോ ഋതുക്കളിലും ധാരാളം പൂക്കൾ ഉണ്ടാകുന്നു, ഫലങ്ങൾ ഉണ്ടാകുന്നു, കായ്കൾ ഉണ്ടാകുന്നു. അതേപോലെ ഏറ്റവും സുന്ദരന്മാരായും സുന്ദരികളുമായ ജനങ്ങൾ ഇവിടെ അധിവസിക്കുന്നു. ധാരാളം ജലാശയങ്ങളുണ്ട്, അവിടെയൊക്കെ വിടർന്നു നിൽക്കുന്ന പൂക്കളുണ്ട്, എത്രയധികം പക്ഷിവിശേഷങ്ങളുണ്ട്. വണ്ടുകളെ പോലെ ശബ്ദമുണ്ടാക്കുന്ന അനേകം ചിത്രശലഭങ്ങൾ ഉണ്ട്. അവരുടെ ശബ്ദത്തോടുകൂടി ജലക്രീഡ ചെയ്യുന്ന, അതുകൊണ്ട് വിനോദിക്കുന്ന സുരസുന്ദരികളുടെ ഒരു വലിയ സമൂഹത്താൽ ആകർഷിക്കപ്പെട്ടവരായി എത്രയോ ജനങ്ങൾ ഇവിടെ സൂര്യമായി വിഹരിക്കുന്നു. എത്ര ദേവപദയ ഗണനായകൈ വിഹിതമഹാർഹണാഃ സർവർതു കുസുമസ്തബകഫല കിഫലയശ്രിയാ നമ്യമാന വിടബലത വിടവിഭിഃ ഉപശുംഭമാന രുചിരകാനന ആശ്രമായതന വർഷഗിരിദ്രോണീഷു തഥാ ച അമലജലാശയേഷു പികച വിവിധ വനരുഹ ആമോദമുദിതരാജഹംസ സജലകുക്കുടകാരണ്ഡവസാരസചക്രവാകാദിഭിഃ മധുകരനികരാകൃതിഭിഃ ഉപകൂജിതേഷു ജലക്രീഡാദിഭിഃ വിചിത്രവിനോദൈ സുലലിതസുരസുന്ദരീണാം കാമകലിലവിലാസ ഹാസലീലാവലോക ആകൃഷ്ടമനോദൃഷ്ടയഃ സ്വൈരം വിഹരന്തി. യത്ര ദേവപദയ സ്വൈർഗണനായകൈർ വിഹിതമഹർഹണ സർവർതു കുസുമ സ്തബകഫലകിഫലയശ്രിയാ നമ്യമാന വിടപലതാ വിടപിഭിഃ ഉപശുംഭമാന രുചിരകാനനാശ്രമായതന വർഷഗിരിദ്രോണീഷു തഥാ ച അമലജലാശയേഷു വികച വിവിധ നവവനരുഹ ആമോദ മുദിതരാജഹംസജലകുക്കുടകാരണ്ഡവസാരസചക്രവാകാദിഭിഃ മധുവര നികരാഗതിഭിഃ ഉപകൂജിതേഷു ജലക്രീഡാദിഭിഃ വിചിത്രവിനോദൈ സുലലിതസുരസുന്ദരീണാം കാമകലിലവിലാസഹാസലീലാവലോക ആകൃഷ്ടമനോദൃഷ്ടയഃ സ്വൈരം വിഹരന്തി. യത്ര ദേവപദയ സ്വൈർഗണനായകൈർ വിഹിതമഹർഹണ സർവർതു കുസുമസ്തബകഫലകിഫലയശ്രിയാ നമ്യമാന വിടപലതാ വിടപിഭിഃ ഉപശുംഭമാന രുചിരകാനന ആശ്രമായതന വർഷഗിരിദ്രോണീഷു തഥാ ച അമലജലാശയേഷു പികച വിവിധ നവവനരുഹാമോദമുദിത രാജഹംസജലകുക്കുടകാരണ്ഡവ സാരസചക്രവാകാദിഭിർ മധുകരനികരാഗതിഭിരുപകൂജിതേഷു ജലക്രീഡാദിഭിർ വിചിത്രവിനോദൈ സുലലിതസുരസുന്ദരീണാം കാമകലിലവിലാസഹാസ ലീലാവലോക ആകൃഷ്ടമനോദൃഷ്ടയഃ സ്വൈരം വിഹരന്തി. നവസ്വപി വർഷേഷു ഭഗവാൻ നാരായണോ മഹാപുരുഷഃ പുരുഷാണം തദനുഗ്രഹായ ആത്മതത്വവ്യൂഹേന ആത്മനാദ്യാപി സന്നിധീയതേ. ഈ 9 വർഷങ്ങളിലും ഭഗവാൻ നാരായണവും
പുരുഷോത്തമനായ നാരായണൻ, വൈകുണ്ഠവാസിയായ ഭഗവാൻ, മഹാപുരുഷനായ മഹാപുരുഷ പുരുഷാണം തദനുഗ്രഹായ, പുരുഷന്മാർക്ക് അനുഗ്രഹത്തിനായിട്ട് ആത്മതത്വവ്യൂഹേന, തന്റെ തന്നെ ആത്മതത്വമാകുന്ന സൈന്യങ്ങളോടൊപ്പം അദ്യാപി സന്നിധിയത, ഇന്നും നേർന്നു 9 വർഷത്തിലും ഈ മഹാപുരുഷനായ ഐശ്വര്യവാനായ സാക്ഷാൽ നാരായണൻ, ഇത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ സ്വരൂപത്തിലല്ല, അതിൻ്റെ മുകളിലുള്ള ബ്രഹ്മസങ്കല്പത്തിലാണ് ഇവിടെ പറയുന്നത്. ഈ 9 വർഷങ്ങളിലും ഉള്ള പുരുഷന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടി മനോഹരമായ സ്വരൂപത്തോടെ ഇന്നും ഇപ്പോഴും സന്നിധാനം ചെയ്യുന്നു. അന്ന് എഴുതി വെച്ചത് അന്നെന്ന് പറഞ്ഞാൽ ഏത് കാലത്ത് വായിച്ചാലും അന്നും ഉണ്ടാവും. അതുകൊണ്ടാണ് അദ്യാപി എന്ന വാക്ക് ഉപയോഗിച്ചത്. ഒരു കാലത്ത് മാത്രമല്ല, പണ്ടുണ്ടായിരുന്നു എന്നല്ല. അദ്യാപിന്ന് ഭാഗവതം എഴുതിയ കാലത്ത് പറഞ്ഞാൽ ഇന്നും എന്ന് പറഞ്ഞാൽ ഇത് എന്നൊക്കെ വായിക്കുന്നുവോ അന്നൊക്കെ തന്നെ ഉണ്ടാകും. നവസ്വപിവർഷേഷു ഭഗവാൻ നാരായണോ മഹാപുരുഷ പുരുഷാനന്ദാനുഗ്രഹായ ആത്മതത്വവ്യൂഹേന ആത്മനാദ്യാപി സന്നിധീയതേ. നവസ്വപിവർഷേഷു ഭഗവാൻ നാരായണോ മഹാപുരുഷ പുരുഷാണാം തദനുഗ്രഹായ ആത്മതത്വവ്യൂഹേന ആത്മനാദ്യാപി സന്നിധീയതേ. വിളാവതേതു ഭഗവാൻ ഭവ ഏകേവ പുമാൻ നഹ്യന്യഃ തത്ര അപരോ നിർവിശതി ഭവാന്യാഹ ശാപനിമിത്തജ്ഞോ യത് പ്രവേക്ഷത സ്ത്രീഭാവസ്തത് പശ്ചാത് വദിഷ്യാമി. ഇതിലുള്ള ഇളാവൃതമെന്ന ഒരു ഭാഗത്ത് ആ വർഷങ്ങളിലൊക്കെ ഏതേത് രൂപത്തോടു കൂടിയാണ് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയാൻ പുറപ്പെടുകയാണ്. ഓരോ വർഷങ്ങളിലും ഏതേത് രൂപത്തിൽ ഏതേത് ഭാവത്തിലാണ്. 9 വർഷങ്ങളിലും ഉണ്ട് എന്ന് പറഞ്ഞല്ലേ, അതെങ്ങനെ അറിയാൻ പറ്റും? അതിന് ഓരോ വർഷത്തെക്കുറിച്ച് പറയാൻ പറ്റും. ഇളാവൃതം എന്ന വർഷത്തിൽ ഇളാവൃതേതു വർഷേ ഭഗവാൻ അവ, അവിടെ ശിവനാണ്. ഏകേവ പുമാൻ, ഒരാൾ മാത്രം. നഹി അന്യഹ തത്ര അപരോ നിർവിശതി, അവിടെ മറ്റൊരാൾ കടന്നു വരില്ല. നഹി അന്യഹ തത്ര അപരോ നിർവിശതി. അന്യഹ അപരഹ തത്ര നിർവിശതി. അന്യന്മാർ ആരും അവിടെ പ്രവേശിക്കത്തില്ല. പുരുഷൻ ഒരാൾ മാത്രമാണ്, മറ്റൊരു പുരുഷന്മാരും അവിടെ പ്രവേശിക്കില്ല. കാരണം ഭവാന്യാഹ ശാപനിമിത്തജ്ഞ, പാർവതിയുടെ ശാപം കൊണ്ട്. പാർവതി ശപിച്ചു, ഇവിടെ ആരെങ്കിലും കടന്നു വന്നാൽ അവർ പുരുഷന്മാരായി പോകട്ടെ എന്ന്. ശാപനിമിത്തജ്ഞോ യത് പ്രവേക്ഷത, ആരാണോ പ്രവേശിക്കുന്നത് അവൻ ഈ പാർവതി ശാപത്തിനിരയാണ്. സ്ത്രീഭാവ, അത് സ്ത്രീഭാവമായിട്ട് മാറും. തത് പശ്ചാത് വദിഷ്യാമി, ആ കഥ ഞാൻ ഇനി ഒരിക്കൽ പറയുന്നുണ്ട്. ഈ 9ാം സ്കന്ധത്തിൽ ഈ കഥ വിസ്തരിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് തത് പശ്ചാത് വദിഷ്യാമി, അത് ഇനിയും ഞാൻ പറയാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് അതിപ്പോ ഇവിടെ വിസ്തരിക്കുന്നില്ല, അതൊന്ന് സൂചിപ്പിച്ചു. ഇവിടെ ഖണ്ഡവിവരണം മാത്രമേ ഉള്ളൂ, കഥകളിലേക്ക് പോകുന്നില്ല എന്നർത്ഥം. ഈ കഥ ഇനിയും പറയാൻ പോകുന്നുണ്ട്. ഇളാവൃതത്തിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന കഥ പറയാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഓരോ വർഷങ്ങളിലും ഭഗവത് സാന്നിധ്യം ഉണ്ടെന്ന് പറയാൻ വേണ്ടി ഇളാവത വർഷത്തില് ഭഗവാൻ പരമശിവൻ മാത്രമാണ്, ഒരാൾ മാത്രമേ ഉള്ളൂ. അന്യന്മാരാരും അവിടെ പ്രവേശിക്കില്ല. പാർവതി ശാപം കൊണ്ടാണ്. അങ്ങനെ ശാപം കൊണ്ട് പുരുഷൻ സ്ത്രീയായിട്ട് ഭവിക്കും. അതുകൊണ്ട് ഈ ശാപം ഇളാവത വർഷത്തിൽ കൈലാസം, കരവീരം എന്ന പർവ്വതങ്ങളിലെ മധ്യത്തിൽ ഏതാനും ഒരു ഭാഗത്തേക്ക് മാത്രമേ ബാധകമായിരിക്കത്തുള്ളൂ. ഇളാവതത്തിൽ എല്ലായിടത്തും ഇത് ബാധിക്കുക. ഇളാവതത്തിൽ ചെല്ലുന്നവർക്കല്ല, ഇളാവതത്തിലെ ഒരു പ്രത്യേക സ്ഥാനത്ത് ചെല്ലുന്നവർക്ക് മാത്രമേ ഉള്ളൂ. കാരണം അല്ലാതെ ഇളാവത വർഷത്തിൽ ദേവന്മാർ ജലക്രീഡ നടത്തുന്നതും മിഥുനങ്ങൾ ഒന്നിച്ച് കളിച്ച് രസിക്കുന്നതൊക്കെ വർണ്ണിക്കുന്നുണ്ട്.
അവിടെയൊക്കെ പുരുഷന്മാരുടെ സാന്നിധ്യമുണ്ട്, ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ എന്ന് ഈ ശാപകഥകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് പിന്നീടൊക്കെ പറയും. ഇളാവൃതേതു ഭഗവാൻ ഭവ ഏകേവ പുമാൻ നഹ്യന്യസ്തത്രാപരോ നിർവിശതി ഭവാന്യാഹ ശാപനിമിത്തജ്ഞോ യത് പ്രവേക്ഷതഃ സ്ത്രീഭാവസ്തത് പശ്ചാദ്വദിഷ്യാമി. ഇളാവൃതേതു ഭഗവാൻ ഭവ ഏകേവ പുമാൻ നഹ്യന്യസ്തത്രാപരോ നിർവിശതി ഭവാന്യാഹ ശാപനിമിത്തജ്ഞോ യത് പ്രവേക്ഷതഃ സ്ത്രീഭാവാത് പശ്ചാദ്വദിഷ്യാമി. ഭവാനീനാഥൈ സ്ത്രീഗണ അർബുദസഹസ്രൈ അവരുഹ്യമാനോ ഭഗവതശ്ചതുർമൂർത്തേ ഭാവൃഷസ്യ തുരീയാം താമസീം മൂർത്തിം പ്രകൃതിം ആത്മന സംഘർഷണസജ്ഞാം ആത്മസമാധിരൂപേണ സന്നിധാപ്യേതത് അഭിഗൃഹ്ണൻ ഭവ ഉപധാവതി. ഭവാനീനാഥൈ പാർവതീദേവിയാകുന്ന സ്വാമിനിയോട് കൂടിയ ഭവാനി നാഥനായിരിക്കുന്നവൻ ഭവാനീനാഥൻ. അങ്ങനെയുള്ള പാർവതീദേവിയാകുന്ന അനേകം സ്വാമിനിമാരോടുകൂടിയ സ്ത്രീഗണങ്ങളാൽ സ്ത്രീ സമൂഹങ്ങളാൽ അർബുദ സഹസ്രൈ 10,000-കണക്കിന് എന്ന്. അർബുദം ഒരു സംഖ്യയാണ്. അർബുദ സഹസ്രൈഹി അവരുഹ്യമാനോ ചേർന്നുകൊണ്ട് കയറി പ്രവേശിച്ച് ചേർന്നതുകൊണ്ട് ഭഗവതഃ ചതുർമൂർത്തേഹ്യമഹം മഹാപുരുഷസ്യ ചതുർമൂർത്തിയായിരിക്കുന്ന ഭഗവാന്റെ 4 മൂർത്തികളോട് കൂടിയ ആ മഹാപുരുഷന്റെ തുരീയാം താമസീം മൂർത്തി, 4ാമത്തേതും താമസിയുമായ തമോ ഗുണം അധികരിക്കുന്നതുമായ തുരീയാം താമസീ മൂർത്തിയും. തുരീയം എന്ന് വെച്ചാൽ 4ാമത്തേതാണ്. ഒന്ന് തുരീയ അവസ്ഥ എന്ന് 4ാമത്തെ അവസ്ഥയ്ക്ക് പേരുള്ളൂ. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി കഴിഞ്ഞാൽ 3ആയി. 4ാമത്തേന് ഒരു പേര് കൊടുത്തില്ല, 4ാമത്തെ അവസ്ഥ എന്ന് കൊടുത്തു. അതാണ് തുരീയം എന്ന് പറഞ്ഞത്. അപ്പൊ തുരീയം അത് താമസിയായ മൂർത്തിയാണ്. പ്രകൃതി ആത്മനഃ തന്റെ സ്വന്തം പ്രകൃതി കൊണ്ട് സംഘർഷണൻ എന്ന പേരൂടെ ആത്മസമാധി രൂപേണ എപ്പോഴും തന്റെ ഉള്ളിൽ സമാധിയോഗം അനുഷ്ഠിച്ചുകൊണ്ട് സന്നിധാനം ചെയ്തിട്ട് ഏതത് അഭികരണൻ ഇതിനെ സ്തുതിക്കുന്നു ഭവ ഉപധാവതി. ഈ സ്വരൂപത്തെ കണ്ടുകൊണ്ട് പരമശിവൻ സ്തുതിക്കുന്നു. അപ്പൊ ഇവിടെ യാതൊരു സ്ത്രീകളുണ്ടോ അവരൊക്കെയും പാർവതിയെ പോലെയുള്ളവരാണ്. അങ്ങനെയുള്ള സ്ത്രീ സമൂഹമാണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നത്. അങ്ങനെയുള്ള സ്ത്രീ സമൂഹത്താൽ 4 ഭാഗവും നിന്ന് സേവിക്കപ്പെടുന്നവനായ ഈ ഭഗവാൻ ശിവൻ സംഘർഷണമൂർത്തിയെ സ്തുതിക്കുന്നു എന്നാണ് പറയാം. ഇവിടെ ഇരുന്നു കൊണ്ട് പരമശിവൻ ആരെ സ്തുതിക്കാണ്? ഇളാവൃതത്തിൽ ഇരുന്നു കൊണ്ട് പണ്ട് എന്താണ് ഈ ബ്രഹ്മസ്വരൂപമായ ഭഗവാനെ തന്നെ സ്തുതിക്കുന്നു ശിവൻ. അവൻ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ അല്ല മുമ്പ് നമ്മൾ കണ്ടത്. ഇനിയും ആ ഭഗവാന്റെ ഏത് രൂപത്തെയാണ്? ആ ഭഗവാന് 4 വ്യൂഹങ്ങളുണ്ട്, 4 മൂർത്തികളുണ്ട്. വാസുദേവൻ, പദ്യുമ്നൻ, അനിരുദ്ധൻ, സംഘർഷൻ. 4 വ്യൂഹങ്ങളാണ്. വ്യൂഹങ്ങൾ എന്ന് വെച്ചാൽ സൈന്യങ്ങളാണ്. ഇവിടെ സൈന്യങ്ങളുടെ ശക്തി മാത്രമേ ഉള്ളൂ, ആൾക്കാരില്ല. ഈ 4 ശക്തിയാൽ ചുറ്റപ്പെട്ടവനാണ് വിഷ്ണു. അതുകൊണ്ട് വിഷ്ണുവിന് വിശ്വക്ഷേനൻ എന്ന് പേരുണ്ട്. വിശ്വക എന്ന് വെച്ചാൽ ചുറ്റും, ക്ഷേന സൈന്യം, ചുറ്റും സൈന്യത്തോടു കൂടിയവനാണ്. ഈ 4 വ്യൂഹത്തോടു കൂടിയവനാണ്. അതുകൊണ്ട് വിഷ്ണുവിന്റെ മന്ത്രങ്ങളിലും സ്തോത്രങ്ങളിലൊക്കെ പ്രദ്യുമ്നായ നമഃ, അനിരുദ്ധായ നമഃ, വാസുദേവായ നമഃ, സംഘർഷണായ നമഃ എന്നൊക്കെ സ്തുതിക്കാറുണ്ട് നമ്മളിപ്പോഴും.
ഈ 4 പേരിലെ അവസാനത്തെ ആളാണ് സംഘർഷം. അതുകൊണ്ടാണ് ചരമഹ എന്ന് പറയുന്നത്. തുരിയാം താമസീം. ആ മൂർത്തി എന്താ അവിടെ തമോ ഗുണത്തിന്റെ മൂർത്തിമത് ഭാവമാണ്. 4 മൂർത്തികളും ഓടുകൂടിയ ഭഗവാന്റെ 4ാമത്തേതായ മൂർത്തി തമോ ഗുണപ്രകൃതിയായ സംഘർഷൻ എന്ന പേരായ മൂർത്തിയെ മനസ്സിൽ ഏകാഗ്രതയോടുകൂടി ധ്യാനിച്ച് ഉള്ളിൽ സന്നിധാനം ചെയ്ത് ഇത് മന്ത്രങ്ങളും സ്തോത്രങ്ങളും ഉച്ചരിച്ചുകൊണ്ട് ഇന്നും ഉപാസിച്ചുകൊണ്ടേയിരിക്കുന്നു ഇളാവൃതം. ഇളാവൃതത്തിൽ പരമശിവൻ ആരെ ഉപാസിക്കുന്നു? ഈ സംഘർഷണമൂർത്തി ഉപാസിക്കുന്നു. ഇനി അങ്ങോട്ട് അതിനുള്ള മന്ത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഏത് മന്ത്രം ചൊല്ലിയാണ് ഉപാസിച്ചെന്ന് പറയാൻ പോവാണ്. ഭവാനീനാഥേഹി സ്ത്രീഗണ അദ്ഭുത സഹസ്രൈരവരുഹ്യമാനോ ഭഗവത ചതുർമൂർത്തിർമഹാപുരുഷസ്യ തുരീയാം താമസിം മൂർത്തിം പ്രകൃതിമാത്മനഃ സംഘർഷണഭജ്ഞാം ആത്മസമാധിരൂപേണ സന്നിധാപ്യ ഏതത് അഭിഗമൻ ഭവ ഉപധാവതി. ഭവാനീനാഥേ സ്ത്രീഗണാദ്ഭുത സഹസ്രൈ അവരുഹ്യമാനോ ഭഗവതശ്ചതുർമൂർത്തേ മഹാപുരുഷസ്യ തുരീയാം താമസിം മൂർത്തിം പ്രകൃതിമാത്മനഃ സംഘർഷണസജ്ഞാം ആത്മസമാധിരൂപേണ സന്നിധാപ്യ ഏതദഭിഗണൻ ഭവ ഉപധാവതി. ഭവാനീനാഥേ സ്ത്രീഗണാദ്ഭുത സഹസ്രൈ അവരുഹ്യമാനോ ഭഗവതശ്ചതുർമൂർത്തിർമഹാപുരുഷസ്യ തുരീയാം താമസിം മൂർത്തിം പ്രകൃതിമാത്മനഃ സംഘർഷണസജ്ഞാം ആത്മസമാധിരൂപേണ സന്നിധാപ്യേതത് അഭിഗണ ഭവ ഉപധാവതി. ഇനി അങ്ങോട്ട് സംഘർഷണമൂർത്തിയെ സ്തുതിക്കുന്ന 7 ശ്ലോകങ്ങളാണ്. ആ 7 ശ്ലോകം നമുക്ക് ഒന്നിച്ച് അർത്ഥം പറഞ്ഞ് പഠിക്കുന്നതാണ് നല്ലത്. ഒരു പക്ഷെങ്കിൽ മറ്റൊരു സ്തോത്രങ്ങളിലും കിട്ടാത്തതാണ് ഈ സംഘർഷണ സ്തുതി. അതെത്ര മഹത്താണ്, എത്ര മനോഹരമാണ്, എത്ര ഗാംഭീര്യം നിറഞ്ഞതാണ് നമുക്ക് സ്തുതി വായിച്ചു പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഭാഗവതത്തിൽ മാത്രമേ ഈ സ്തുതിയുള്ളൂ, സംഘർഷണ സ്തുതിക്കുന്ന സ്തുതി. അത് നമുക്ക് 7 അടുത്ത ദിവസം ഒന്നിച്ച് പഠിക്കാം. അപ്പൊ ഒന്നിച്ച് നമുക്കത് ചൊല്ലി സംഘർഷണമൂർത്തിയെ സ്തുതിക്കാം. പരമശിവൻ സ്തുതിക്കുന്നത് പോലെ ഇന്ന് ഉപസംഹരിക്കാം. സംശയമുള്ളവർക്ക് ചോദിക്കാം. സഹസ്രൈർ അവരുഹ്യമാനെന്നാണോ അവരുഹ്യമാനെന്നാണോ സാറ്? അവരുഹ്യമാന. പക്ഷെ അവരുഹ്യമാനെന്നാ ഞങ്ങളുടെ പുസ്തകത്തില്. രുഹ്യമാനെന്നാണ്. അദ്ഭുത സഹസ്രൈർ അവരുഹ്യമാന. ധനത്തിന്റെ തായ. ധനത്തിന്റെ അവരുദ്ധ്യമാന. അത് വേണ്ട, വേണ്ട. അവരുഹ്യമാനമാണ്. അവരുദ്ധ്യമാന അവരോധിക്കപ്പെട്ട എന്നുള്ള അർത്ഥത്തിലേക്ക് മാറും. ഇത് കയറിയിരിക്കുന്ന അർത്ഥം. സാറേ, ശ്രീരുദ്രത്തിലെ സംഘർഷണമൂർത്തി സ്വരൂപോ യോസോ ആദിത്യ പരമപുരുഷ സ ഏഷ മൃത്യുഞ്ജയ രുദ്രോ ദേവത നമ എന്ന് പറയുന്നുണ്ടോ? അവിടെ മാത്രമേ അത് പറയുന്നുള്ളൂ. വേദങ്ങളിലേ ഉള്ളൂ, പുരാണങ്ങളിൽ ഇവിടെ ഇതിനകത്തേ ഉള്ളൂ. അതിൻ്റെ അകത്തുണ്ട്, രുദ്രത്തിലുണ്ട്. രുദ്രത്തിലുണ്ട് സംഘർഷണമൂർത്തി സ്വരൂപോ യോസോ ആദിത്യ പരമപുരുഷ സ ഏഷ മൃത്യുഞ്ജയ രുദ്രോ ദേവത എന്നിങ്ങനെ പറയപ്പെടുന്നു. അതെ, നമുക്ക് ഈ സ്തുതി നോക്കുമ്പോൾ അർത്ഥം മനസ്സിലാവും. ശരി സാർ. സാർ അവസാനത്തെ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ നിർത്തിയത് സംഘർഷണ സജ്ഞ ആത്മസമാധി രൂപേണ സംനിധാപൈ അദ അഭിഗൃണൻ. എങ്ങനെ അതൊന്നുകൂടെ പറഞ്ഞു സാറേ? സന്നിധാപ്യ ഏതത് അഭിഗൃണൻ. ഏതതെന്നുണ്ടല്ലേ? ഏതത് അഭിഗൃണൻ. സന്നിധാപ്യ എന്ന് പിരിച്ചിട്ട് ഏതത് പറയണം.
ആ ഓ ഓ അത് ശരി. അത് അതാ സന്ധി എന്റെ വരുമ്പോ സംശയം. സന്നിധാപ്യൈതത് എന്നാകും. ആ ആ ഏതത് അല്ലേ? അത് സന്നിധാപ്യ സന്നിധാപ്യ ഏതത് ഏതത് അഭിഗൃണൻ. അഭിഗൃണൻ. ആ ഒന്നിച്ച് ചേർത്ത് വായിക്കുമ്പോ സന്നിധാപ്യൈതത് അഭിഗൃണൻ വരും. ആ ആ ഭവ ഉപധാവ. ഐകാരം വരുന്ന കൊണ്ടാണ്. ആയും എയും കൂടി ചേർന്നാൽ ഐ ആകും. അങ്ങനെ വരുന്നതാണ്. ഓ ഓ ശരി ശരി സാർ. ഇപ്പം വായിക്കുമ്പോ ഇങ്ങനെ വായിക്കാമല്ലോ, സാർ ഇപ്പം പറഞ്ഞ പോലെ വായിക്കാമല്ലോ. സന്നിധാപ്തൈ ഐതൽ അങ്ങനെ വായിക്കാമല്ലോ അല്ലേ? സന്നിധാപ്യൈതത് അഭിഗൃണൻ ഒന്നിച്ച് വായിക്കാം. ഒന്നിച്ച് വായിക്കാം. കൂട്ടിച്ചേർത്താണ് വായിച്ചാൽ അത് നമ്മുടെ ഭാഗത്തിന് വായിക്കാം. സന്നിധാപ്യ സന്നിധാപ്യ എന്നുള്ള നിർത്തിയിട്ട് ഏതത് അഭിഗൃണൻ രണ്ടാക്കിയും വായിക്കാം. താങ്ക് യു സാർ. സംശയങ്ങളില്ലെങ്കിൽ നമുക്ക് പ്രസംഗിക്കാം. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.